കീർത്തി എന്തായാലും 11 മണിയോടെ ഈ ഒരു രണ്ടാം മോദി സർക്കാരിൻ്റെ ഈ അവസാനത്തെ ഈ ഒരു ബജറ്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേന്ദ്ര ബജറ്റ് തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുകയും ഈ കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ഇന്നിപ്പോൾ നയപ്രഖ്യാപനം ഉണ്ടാവും. നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തും. ഇത് പുതിയ പാർലമെൻറ്റിലാണ് ഈ ഒരു നയപ്രഖ്യാപനവും ഈ കേന്ദ്ര ബജറ്റും വരുന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇന്നിപ്പോൾ ലോക്സഭയും രാജ്യസഭാ അംഗങ്ങളെല്ലാം തന്നെയും ഒരുമിച്ച് ലോക്സഭയിലായിരിക്കും ഈ ഒരു ബജറ്റ് സമ്മേളനം നടക്കുക. പഴയ പാർലമെൻ്റ് ആണെങ്കിൽ അവിടെ സെൻട്രൽ ഹാളിൽ ഇരു സഭകളെയും ഒരുമിച്ച് ഇത്തരത്തിൽ അഭിസംബോധന ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നു. എന്തായാലും പുതിയ പാർലമെൻറ്റിൽ ഇത്തരത്തിൽ 17ാം ലോക്സഭയുടെ അവസാന ബജറ്റാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുക. അതൊരു ഇടക്കാല ബജറ്റ് മാത്രമായിരിക്കും. വെറും 2-3 മാസം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ ഈ സർക്കാരിന്. അതുകൊണ്ട് തന്നെ ഒരു ഇടക്കാല ബജറ്റായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇടക്കാല ബജറ്റാണെങ്കിൽ പോലും അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാം മോദി സർക്കാരിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തന്നെ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ ഒരു സൂചനയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നൽകിയത്. ഈ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങൾ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു നാരീശക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ ബജറ്റ് ആയിരിക്കുമെന്നുള്ള കൃത്യമായൊരു സൂചന അദ്ദേഹം നൽകി കഴിഞ്ഞു. ഏതായാലും സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബജറ്റ് പ്രഖ്യാപനം തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഇനിയിപ്പോൾ എന്ത് പ്രഖ്യാപനം നടത്തിയാലും അത് നടപ്പാക്കാൻ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു സർക്കാരിനില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനം എല്ലാം തന്നെയും വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല മറ്റു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ഈ കേന്ദ്ര ബജറ്റിന് മുമ്പ് ഇന്നിപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞാൽ വൈകിട്ടോടെ കേന്ദ്ര ധനമന്ത്രി ഒരു സാമ്പത്തിക സർവേ വയ്ക്കാറുണ്ട്. അത് ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ സാമ്പത്തിക വർഷത്തെ ഒരു നയങ്ങളും സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക സ്ഥിതിയും ഇനി വരാൻ പോകുന്ന വർഷത്തെ ഒരു കാര്യങ്ങൾ ലക്ഷ്യങ്ങളെല്ലാം നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തികമായ കൃത്യമായ രേഖകൾ അങ്ങനെ വെക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഈ സാമ്പത്തിക സർവേ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. നമുക്കറിയാം രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്തെല്ലാം തന്നെയും എല്ലാ സൂചികയിലും രാജ്യം പിന്നോട്ട് പോകുന്ന സാഹചര്യം, സാമ്പത്തികമായി വളരെ വലിയ രീതിയിലെല്ലാം തന്നെയും രാജ്യം പിന്നോട്ട് പോകുന്നു. കൂടാതെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ട്. ഇതെല്ലാം തന്നെയും മറച്ചു വയ്ക്കാൻ വേണ്ടി ഈ സാമ്പത്തിക സർവേ തന്നെ ഈ തവണ കേന്ദ്ര സർക്കാർ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. അതിന് പകരം ഒരു അവലോകന റിപ്പോർട്ട് മാത്രം കഴിഞ്ഞ ദിവസം ഒരു പ്രസ് റിലീസായി ഇത്തരത്തിൽ ഇറക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 11 മണി വരെ രാഷ്ട്രപതി ദ്രൗപദി മുർമുയുടെ നയപ്രഖ്യാപനം തുടങ്ങും. നാളെയാണ് കേന്ദ്ര ബജറ്റ്. നാളെ രാവിലെ ഈ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുക. എന്തായാലും അതിന് മുന്നോടിയായി ആ ബജറ്റ് ഒരു സ്ത്രീപക്ഷ ബജറ്റ് ആകുമെന്നൊരു സൂചന ഇപ്പോൾ നരേന്ദ്രമോദി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ റിപ്പബ്ലിക് പരേഡിലെല്ലാം തന്നെയും സ്ത്രീകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും കൂടുതൽ പ്ലോട്ടുകളും ഇത്തരം മാർച്ച് പാസുമായി കണ്ടിരുന്നു. അതെല്ലാം തന്നെയും ഈ ഒരു നാരിശക്തിക്ക് അല്ലെങ്കിൽ അത് സ്ത്രീപക്ഷത്തിൻ്റെ ഒരു അല്ലെങ്കിൽ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടതെല്ലാം തന്നെയും ഒരു സൂചനയാണ്. ഇതെല്ലാം തന്നെ ഉദാഹരണമാണെന്നെല്ലാം തന്നെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. എന്തായാലും വനിതാ സംവരണം ഉൾപ്പെടെ എല്ലാം തന്നെയും മോദി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതെല്ലാം തന്നെയും ലോക്സഭ തെരഞ്ഞെടുപ്പ് ആയുധമാക്കും എന്ന സൂചന വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ വനിതാ സംവരണം ഇത്തരത്തിൽ വന്നെങ്കിലും ഇത് എന്ന് നടപ്പാക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന് തിട്ടവുമില്ലാത്തൊരു സാഹചര്യവും ഇതിൽ വസ്തുതയാണ്. എന്തായാലും ഇപ്പോൾ മോദി പറയുന്ന അല്ലെങ്കിൽ നൽകുന്ന സൂചന എന്ന് പറയുന്നത് ഒരു സ്ത്രീപക്ഷ ബജറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപോടിയായിട്ടുള്ള ഒരു രണ്ടാം മോദി സർക്കാരിൻ്റെ ഒരു പ്രകടന പത്രിക ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കീർത്തി, ശരി, സിബിയാണ് ആ വിവരങ്ങൾ.